ഓക്കെ, റെസിഡ്യൂ തിയറം. ഇത് വന്നിട്ട് ഒരു ക്ലോസ്ഡ് റീജിയണിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ഒരു ഫങ്ഷൻ, ഇതിൽ കുറേ ഫങ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതിലൊരു ഫങ്ഷൻ എന്തായിരിക്കും വെച്ചാൽ അനലിറ്റിക് ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ അനലിറ്റിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ചില കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സാമ്പിളിന് കോഷി റൈൻമാൻ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യണം പറഞ്ഞിട്ട് ഒരു 2-3 പോയിൻ്റ് ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഈ മോഡലിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു റീജിയണിൽ ഉള്ള ഫങ്ഷൻ മാക്സിമം കുറേ ഫങ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ മാക്സിമം ഫങ്ഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ അത് അനലിറ്റിക് ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ ചില ഫങ്ഷൻ അതൊന്ന് നോൺ അനലിറ്റിക് ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ അനലിറ്റിക് അല്ലാത്ത ഫങ്ഷനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. അതായത് നമ്മൾ ഒരു ക്ലോസ്ഡ് റീജിയൻ എടുക്കുമ്പോൾ അതിൽ കുറേ പോയിൻറ്റ്സ്, കുറേ ഫങ്ഷൻസ് അനലിറ്റിക് ആയിരിക്കും. അതിൽ ചില ഫങ്ഷൻസ് മാത്രം അനലിറ്റിക് അല്ലാത്ത, അതായത് ഈ കണ്ടീഷനിൽ സാറ്റിസ്ഫൈ, ഈ അനലിറ്റിക് പറഞ്ഞ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാകും. അതിന് നമ്മൾ എന്താ പറയുക, റെസിഡ്യൂ. അതൊക്കെ നമ്മൾ ഒരുമിച്ചിട്ട് ഈ തിയറത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എടുക്കുമ്പോൾ ലോറൻ്റ് എക്സ്പാൻഷൻ ഓഫ് എ ഫങ്ഷൻ. അപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു summation n is equal to minus infinity to infinity an z minus z naught to the power n. അപ്പോൾ ഇതൊരു ലോറൻസ് എക്സ്പാൻഷൻ ആണ്. is integrated term by using a closed contour that encircle one isolated and singular point z0 once in a counterclockwise sense. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇതെടുത്തിട്ടുണ്ട്, ഒരു ലോറൻസ് എക്സ്പാൻഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോറൻസ് എക്സ്പാൻഷനിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, റെസിഡ്യൂ തിയറം. റെസിഡ്യൂ എന്ന് പറഞ്ഞത് ഒരു കൗണ്ടർ ക്ലോക്ക് വൈസിലുള്ള ഒരു ഫങ്ഷൻസാണ്. അപ്പോൾ ഇതിൽ ഈ ലോറൻസ് ഫങ്ഷനിൽ, ഈ ലോറൻസ് ഫങ്ഷനിൽ an പറഞ്ഞതിനെ മാത്രം എന്താ എടുക്കുക, an is equal to 1/2πi സർക്കിൾ ഇൻ്റഗ്രൽ c f of z dz divided by z minus z naught power n minus n plus 1. അപ്പോൾ ഇത് നമ്മൾ ഈ n-ൻ്റെ വാല്യൂ n is equal to -1 എന്ന് കൊടുക്കാം. n is equal to -1 ആണെങ്കിൽ ഇതൊക്കെ വേണ്ട. സോ ഈ സ്റ്റെപ്പ് എന്ന് വരും. അപ്പോൾ n is equal to -1 ആണെങ്കിൽ അത് 1/2π സർക്കിൾ ഇൻ്റഗ്രൽ c എന്ന് എടുക്കാം, f of z dz, ഇതിൻ്റെ പവർ 0. അപ്പോൾ z minus z naught പവർ 0. അപ്പോൾ ഈ പവർ 0 is equal to 1. അപ്പോൾ നമുക്ക് 1/2π ആയും, പിന്നെ സർക്കിൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് എന്ന് കിട്ടും. പിന്നെ ഇത് -1. പിന്നെ അടുത്തതിൽ ഫങ്ഷൻസ് മാത്രം എടുക്കുമ്പോൾ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഫങ്ഷൻസ് കിട്ടും. അതായത് നമ്മൾ എങ്ങനെ എഴുതാം, 2πi റെസിഡ്യൂ ഫങ്ഷൻ എഫ് ഓഫ് സെഡ്, അതിന് നമ്മൾ സെഡ് ഈക്വൽ ടു സെഡ് നോട്ട്. അപ്പോൾ ആ റെസിഡ്യൂ ഫങ്ഷൻ ഒരു ഫൈനൈറ്റ് നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാർട്ടിങ് z0 തുടങ്ങിയിട്ട് എക്സെട്ര അത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ സർക്കിൾ ഇൻ്റഗ്രൽ c എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 2πi, പിന്നെ അതിൻ്റെ റെസിഡ്യൂ ഫങ്ഷൻ a1 z0 പ്ലസ് a-1 z0 പ്ലസ് a-1 z1 പ്ലസ് a-1 z2 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, റെസിഡ്യൂ തിയറം എന്ന് പറയും.